31 വയസ്സ് പ്രായമുള്ള രേഷ് ബാബു എന്ന ചെറുപ്പക്കാരൻ വളരെ ഗൗരവതരമായ പശ്ചാത്തലത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇന്ന് മാധ്യമങ്ങളാകെ ചർച്ച ചെയ്യുകയാണ്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തൃശ്ശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് 671/2026 ക്ലെയിം നമ്പർ അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അവസാനം റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ 16-ാം തീയതി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബു പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ മകന് മാനസികമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന മകനാണെന്നും അവനെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കരുത് എന്നും അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരനെ അസുഖം ബാധിച്ച, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവരെ മാനസിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സിപ്പിക്കുന്ന നില സ്വീകരിക്കുന്ന സമീപനം തൃശ്ശൂർ തന്നെ പണ്ട് മുമ്പേ മുതലുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു പരിശോധനയും ഫലപ്രദമായി നടത്താതെ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് സുഖമില്ല എന്ന വിവരം അച്ഛനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്, അടിയന്തരമായിട്ടും മെഡിക്കൽ കോളേജിലെത്തണം എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ വായിലൂടെയും മൂക്കിലൂടെയും ചൂവിട്ട നിലയിൽ അബോധാവസ്ഥയിൽ ഒലിക്കുന്ന നില അദ്ദേഹം കണ്ടു. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരവേ ചന്ദനത്തിരിയുടെ ഒരു ഭാഗം പല്ലിനിടയിൽ കുത്തിയപ്പോൾ ചോര വന്നതാണെന്നാണ് അച്ഛനോട് മെഡിക്കൽ കോളേജിലെത്തിയ സന്ദർഭത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് തലയിൽ ചതവ് പറ്റി എന്നുള്ളതായിരുന്നു. 9 ദിവസം മെഡിക്കൽ കോളേജ് ICUവിലും വെന്റിലേറ്ററിലും ചികിത്സ തേടിയ ശേഷം 3/6/2026 മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബാബു തൻ്റെ മകൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് വലിയ സംശയം തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും കൃത്യമായിട്ടും വിശ്വസിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഏതാണ്ട് അവസാനിപ്പിച്ച ഒന്നായിരുന്നു
ലോക്കപ്പിലെയും ജയിലറുകളിലെയും മർദ്ദനവും കൊലപാതകവും. 15 ദിവസം കൊണ്ട് അതെല്ലാം വീണ്ടും തിരിച്ചു വരുന്നു. പോലീസിനെ കയറൂരി വിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് മർദ്ദനത്തെ തുടർന്നോ അല്ലെങ്കിൽ ജയിലറക്കുള്ളിലുണ്ടായ മർദ്ദനത്തെ തുടർന്നോ ആണ് യഥാർത്ഥത്തിൽ ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലപാട് സ്വീകരിക്കണം എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ വലിയ ഉത്കണ്ഠയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. മാനസിക വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ടും പിന്നീട് ജയിലിൽ കൊണ്ടുപോയും മർദ്ദിച്ച് പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ വന്ന സന്ദർഭത്തിൽ മാത്രമാണ് അച്ഛനോട് വിവരം പറയുന്നത്. അപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അല്പം ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. നിരവധി കാലം ഇതുപോലുള്ള ലോക്കപ്പ് അറകളിലുള്ള മർദ്ദനങ്ങളും കൊലപാതകവും അതിനെല്ലാം പിന്തുണ നൽകുന്ന പോലീസിൻ്റെ നിലപാടുകളും മാറ്റിയിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരമാവധി ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും അതെല്ലാം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം.